ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ ചാവക്കാട് പോയി വരുമ്പോൾ ഒരു പായസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തെ പാല് കുടിക്കാതെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് തൊണ്ടൊക്കെ പ്രശ്നമായതുകൊണ്ട് തന്നെ, കഫം കിട്ടും പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഫൈയാക്കുമ്പോൾ അതൊന്നും പഞ്ചസാര ഇട്ടെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലൊക്കെ എടുത്ത് ഒരു പായസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നാടൻ പാലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നെയ്യുണ്ട്. പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ നെയ്യ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പാത്രത്തിലെ പാലും എടുത്തൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതൊക്കെ കൂടി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ പായസമായല്ലോ. അങ്ങനെ ഓരോ പാത്രത്തിലത്തെ ആ നെയ്യും ഞാനിങ്ങനെ വെടുപ്പാക്കി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ചോറിന് പിന്നെ നേരത്തെ തന്നെ തീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പാലവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഇന്ന് കറിയൊക്കെ ആയിട്ട് വല്ലാണ്ടൊന്നും ഉണ്ടാക്കണില്ല. ഉപ്പേരി അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പായസം ഉള്ളതുകൊണ്ട് പായസമൊക്കെ കുടിച്ച് വയറ് ഫുള്ളാക്കും. അങ്ങനെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ആ മിക്സ് ഒന്ന് അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ഇളക്കിക്കൊണ്ട് നിൽക്കണമല്ലോ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കുത്തുമല്ലോ. ഇന്നപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നൂൽപ്പുട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. പിന്നെ ഒന്ന് 2 മുട്ട പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടൊക്കെ ഒന്നാക്കി പൊരിച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് കൊണ്ടാട്ടമുളകുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പപ്പടം കൂട്ടിയിട്ട് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് പായസം ഒഴിച്ച് അതിൽ 2 പപ്പടമൊക്കെ, ചിലപ്പോൾ 2, 3 പപ്പടമൊക്കെ ഇട്ടിട്ട് പൊടിച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കോഴിമുട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പൊട്ടിച്ചതാണല്ലോ കഴിക്കാം. അങ്ങനെ പായസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ വറ്റണുണ്ട്. പിന്നെ അപ്പോഴേക്കുമാണ് ഇവിടെ പാതുട്ടിയും ഫൈകുട്ടിയൊക്കെ നല്ല കളിയായിരുന്നു. അപ്പോൾ പാതുവിൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈകുട്ടി സോഫയിൽ ഇങ്ങനെ അവളൊരു പഴയ ഡ്രസ്സ് വെച്ചിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ ഒരു കുട്ടി ഇരിക്കണ പോലെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തൊരു തലയാണുണ്ട്. അവളെ കളിയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാതും അവൻ്റെ ഫ്രണ്ടും അജുവാണിത്. മറ്റേ എന്താ പറയുക, ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് ഞാൻ പറയാറ്, അത് വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫൈകുട്ടി മിഠായി വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പോയി വാങ്ങിച്ചതല്ല, ഉമ്മ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവർ കാണാണ്ട് എനിക്കിങ്ങനെ പതുക്കെ ബാക്കിലോട്ട് തരുമായിരുന്നു കേട്ടോ. ഞാനതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസമൊക്കെ ആയപ്പോൾ കുറച്ച് നെയ്യ് ലാസ്റ്റ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ എടുക്കണ പണി വെറും വേസ്റ്റ് പണിയായിരുന്നു കേട്ടോ. ഒരു കുക്കമ്പർ ഉണ്ടായിരുന്നു, നല്ല വലുപ്പം വണ്ണൊക്കെ ഉള്ളൊരു കുക്കമ്പർ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സുർക്കൊക്കെ ഒഴിച്ച് ഉപ്പും സബോള മുളകൊക്കെ ഇട്ടിട്ടൊന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല കയ്പ്പായിരുന്നു കേട്ടോ. വെള്ളരിക്കൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അതേപോലെ നല്ല കയ്പ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കളയാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കളയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ, ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടും കളയേണ്ടി വരുമ്പോൾ അതൊരു വല്ലാത്ത വിഷമം തന്നെയാണല്ലോ. പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒരുപാട് മരുന്നടിച്ചതും അല്ലാത്തതായിട്ടുള്ള ഓരോ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടാനുള്ളൂ. പൈസ പോണത് അറിയേയില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ നമ്മൾ നട്ട് വളർത്തേണ്ടി വരും. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെറുതെ വേസ്റ്റായിപ്പോയി. അങ്ങനെ ഇന്നിപ്പോൾ പാതുള്ളതുകൊണ്ട് തന്നെ അവനെക്കൊണ്ട് കുറച്ച് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാനായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വല്ലാത്തൊരു അബദ്ധമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വായ കടഞ്ഞു ഒച്ചിട്ടിട്ട്. അതല്ലടാ ഇങ്ങനല്ലടാ എന്ന് പറഞ്ഞിട്ട് അവർ 3 ആളും കൂടെ ഒപ്പം മത്സരിച്ചിട്ടായിരുന്നു കേട്ടോ ആ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഷീറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സുഖമായി പൊട്ടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ബഹളമായിരുന്നു. ആ മാവ് പറിച്ചിടാഞ്ഞത് വല്ലാത്തൊരു ഭാഗ്യം കേട്ടോ. ലാസ്റ്റ് പിന്നെ ഒക്കേനെ പിടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. താഴത്ത് നിന്നിട്ട് ഞാൻ എന്നെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. കുറേ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ വലിച്ചെറിയുകയൊക്കെ ചെയ്തിട്ട്. ഒരുപാട് മാങ്ങൊന്നുമില്ല കേട്ടോ. ആ ഒരു കുഞ്ഞേ മാവുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മാങ്ങയാണുള്ളത്.
അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുളിയൻ മാങ്ങയാണ്, കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മൂവാണ്ടൻ പോലെയാണ് തോന്നുക. പക്ഷെ നല്ല പുളിയാണ് കേട്ടോ, പഴുത്താൽ പോലും നല്ല പുളിയാണ്. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഏതൊരു മാങ്ങ കഴിച്ചാലും അതിൻ്റെ അണ്ടി കളയാൻ തീരെ സമ്മതിക്കില്ല. അതിൻ്റെ ആ ഞെട്ടിൻ്റെ ആ ഭാഗത്ത് നാവ് തൊടിയിക്കാനും സമ്മതിക്കില്ല. അത് പിന്നെ കുഴിച്ചിട്ടാൽ മുളക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കുഴിച്ചിടും. അതിൽ ആകെ ഒന്നാണ് പിടിച്ചത്, ആ ഒരു മാവാണ് കേട്ടോ അത്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് പാതും പയ്യയും കൂടെ പിന്നെയും കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമായപ്പോൾ പായസം അപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പായസമൊക്കെ ഒന്ന് എല്ലാവർക്കും ഇരുന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഉള്ളവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ കള്ളനും പോലീസും കളിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ടായിരുന്നു, ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പോൾ അത് പോയിട്ട് ഇങ്ങനെ പൊരിച്ച ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതൊരു പുതിയ സാധനം ഉണ്ട് ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു, അതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ചായക്കടയിലും അങ്ങനെ ഒക്കെ കണ്ടിട്ടുണ്ട്, ബേക്കറിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പരിപ്പ് വടയും ഉഴുന്ന് വടയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ സാധനം ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ, അവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പുറത്ത് പോയിരുന്ന് ബാക്കിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ വൈകുട്ടി അത് മണത്തൊക്കെ നോക്കേണ്ടത് എന്താണെന്നറിയാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ എരിവുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഈ കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. വല്ല കട്ട്ലേറ്റ്, പപ്സ്, അങ്ങനത്തെ ചിക്കൻ റോൾ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും വാങ്ങിക്കാറ്. ഇങ്ങനെ ഞായറാഴ്ച ദിവസമൊക്കെ പാത് പോയിട്ട് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്, അതുകൊണ്ടാണ് നല്ലപോലെ പറക്കണത്. പിന്നെ വീഡിയോ സ്പീഡിലായതുകൊണ്ടുമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.